തുടർച്ചയായ ഐ.എസ്.എല്ലിൻ്റെ 2 തോൽവികൾക്ക് ശേഷം നിലവിൽ ഐ.എസ്.എല്ലിൻ്റെ മൂന്നാം മത്സരത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുവാനായിട്ട് പോവുകയാണ്. ഈ ഒരു മത്സരം ജയിക്കേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഇന്റർ കാശിക്കെതിരെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിന് ഇറങ്ങുവാനായിട്ട് പോകുന്നത്. ഉറപ്പായും വിജയം പ്രതീക്ഷ തന്നെ ഇറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരത്തിൽ നിന്നും 3 പോയിന്റ് നേടിയെടുക്കുക എന്നുള്ളതും തങ്ങളുടെ ഐ.എസ്.എല്ലിലെ പോയിന്റ് ടാലിയിലേക്ക് ആദ്യമായിട്ട് പോയിന്റ് നിക്ഷേപിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പല ഘടകങ്ങളും ഈ ഒരു മത്സരത്തിലുണ്ട്. ഉറപ്പായും ഡേവിഡ് കറ്റാലയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു പ്രഷറൈസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം കോച്ച് എന്ന നിലയിൽ 2 മത്സരങ്ങളുടെ തുടർ തോൽവിക്ക് ശേഷമാണ് ഐ.എസ്.എല്ലിൽ മൂന്നാമത്തെ മത്സരത്തിന് ഇറങ്ങുന്നത്. ഇതുവരെ ഐ.എസ്.എല്ലിൽ ഒരു ഗോൾ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ടീം ഐ.എസ്.എല്ലിൽ നേടിയെടുത്തിട്ടില്ല. അതിനെല്ലാം വെച്ച് നോക്കുമ്പോൾ അറ്റാക്കിങ്ങിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനത്തെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മത്സരം വളരെയധികം ഒരു പ്രഷറൈസബിൾ ആയിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. സോ ഈ ഒരു മത്സരം ഇനി എങ്ങനെ ആരാധകർക്ക് ലൈവായിട്ട് കാണാമെന്ന കാര്യത്തിൽ ഇപ്പോഴും പല ആരാധകർക്കും സംശയമുണ്ടെന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ ലൈവ് TV ടെലികാസ്റ്റ് സോണി 10-2 അവൈലബിൾ ആയിരിക്കും എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഫാൻ കോഡ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ ഈ ഒരു മത്സരങ്ങൾ ഐ.എസ്.എല്ലിലെ എല്ലാ മത്സരങ്ങളും തന്നെ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാവുമെന്നൊരു കാര്യവും വ്യക്തമാണ്. നിങ്ങൾക്ക് ഈ ഒരു മത്സരം ഫാൻ കോഡിലൂടെ 3 പാസുകളായിട്ട് സ്വീകരിച്ചുകൊണ്ട് കളി കാണാവുന്നതാണ്. 25 രൂപയുടെ ഒരു സിംഗിൾ മാച്ചിൻ്റെ പാസും പോരാത്തതിന് 149 രൂപയുടെ ക്ലബിൻ്റെ പാസും 299 രൂപയുടെ സീസൺ പാസും എന്നിങ്ങനെയായിരിക്കും ഇതിൽ ഉണ്ടാവുക. സോ ഈ ഒരു മത്സരം ലൈവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫാൻ കോഡ് ഉപയോഗിക്കാവുന്നതാണ്. പോരാത്തതിന് സോണി 10-2 ലൈവായിട്ടുള്ള TV വിഷ്വൽ ടെലികാസ്റ്റ് ഉണ്ടായിരിക്കുന്നതുമാണ്. ഫാൻ കോഡിൽ മലയാളം കമൻട്രിയോട് കൂടിയായിരിക്കും ഐ.എസ്.എല്ലിൻ്റെ ടെലികാസ്റ്റ് ഉണ്ടാവുക. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും അതിലൊരു വലിയ കഠിനാധ്വാനം തന്നെ വേണ്ടതാണ്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ വിദേശ താരമായിട്ടുള്ള ജെയ് ക്വിറ്റോയ്ക്ക് ഈ ഒരു മത്സരത്തിൽ ഇറങ്ങുവാനായിട്ടുള്ളൊരു അവസരം ഒരുപക്ഷെ ലഭിക്കുവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകും. പോരാത്തതിന് പ്ലേയിങ് 11ലേക്ക് വിദേശ താരങ്ങളെ കൂടുതൽ ഇറക്കുവാനായിട്ടുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ആദ്യത്തെ 2 മത്സരങ്ങളും വെറും 2 വിദേശ താരങ്ങൾ മാത്രമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് 11ൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സാഹചര്യം ഒക്കെ തന്നെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു തരത്തിലേക്ക് നീങ്ങുമോ എന്നൊരു കാര്യം കണ്ടറിയേണ്ടതാണ്. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൻ്റെ ഫലം തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് വളരെയധികം ക്രൂഷ്യലായിരിക്കും. കാരണം ഈ ഒരു സീസണിൽ 14ാം സ്ഥാനത്ത് വരുന്ന ക്ലബ്ബ് റെലിഗേറ്റ് ആവുമെന്നൊരു കാര്യവും പ്രത്യേകമായിട്ടുള്ളതിനാൽ തന്നെ എല്ലാ ക്ലബ്ബുകൾക്കും വളരെയധികം വലിയൊരു ആശങ്കയുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങാതിരിക്കട്ടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.